ഹലോ, എല്ലാവർക്കും ആദീസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കിട്ടിലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നൊടിയടി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് സൂപ്പറായിട്ടൊരു കിട്ടില ഒരു റെസിപ്പി തയ്യാറാക്കാം. ഇന്നെങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ? അതിന് വേണ്ടി ഞാൻ ബ്രെഡ് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് മുട്ടയും ബ്രെഡും കൂടുതൽ എടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കാം കേട്ടോ. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ നെയ്യും ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിരിക്കുമല്ലോ. ഈ നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡ് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 സെക്കൻഡ് ഈ ബ്രെഡ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതേ രീതിയിൽ ബ്രെഡ് വേവിച്ചെടുക്കുമ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ 3 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. കുറേ പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡും മുട്ടയും നമ്മൾ എടുത്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ ബ്രെഡ് ഏകദേശം നെയ്യിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ മുറിച്ചെടുത്താൽ മതിയേ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. സെർവിങ് പ്ലേറ്റിൽ മാറ്റിയിട്ട് അതേ കടായി വെച്ച് തന്നെ ഇച്ചിരി കൂടെ കുക്കിംഗ് പരിപാടി ഉണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളിയും ചേർത്ത് കൊടുക്കുക, തക്കാളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ക്യാരറ്റും ക്യാബേജും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ തക്കാളിയും ക്യാപ്സിക്കും ഉള്ളി മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു 2 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി എന്ത് ചെയ്യുക, ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി അതേ കടായി വെച്ചിട്ടോ ബാക്കിയുള്ള കുക്കിംഗ് പരിപാടികളും ചെയ്യുന്നത്. ഈ 3 മുട്ട ഉണ്ടല്ലോ, ഈ മുട്ടയോട് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കടായിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തോടും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഞാൻ ബ്രെഡ് എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പിസ്സ സോസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതേ രീതി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ടങ്ങ് ഇച്ചിരി ആയിട്ട് എല്ലായിടത്തോട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. പിസ്സ സോസൊക്കെ ചേർത്ത് കൊടുത്ത് ഇതേ രീതിയിൽ സ്നാക്കൊക്കെ തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇതേ രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർക്കൊന്നും എരിവൊന്നും അത്ര ഇഷ്ടമാവില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ ചില്ലി ഫ്ലെക്സ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. ഇതിലോട്ട് ചീസും കൂടെ ചേർത്ത് കൊടുക്കുക. ചീസും കൂടെ ചേർത്ത് കൊടുത്ത് അടിപൊളിയായിട്ട് നമ്മുടെ സ്നാക്ക് അത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചീസ് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്നാക്കിനും ടേസ്റ്റ് കൂടും. എന്ത് ചെയ്യണം, ഇതുപോലൊരു കടായി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ, വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നല്ലതുപോലെ ചീസൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടോ. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.